ബ്രേക്ക് ഇടറാ. ടാറാട്ടോ ഇതേ ഒന്നൊന്നരയാണ്. അപ്പോഴേ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൻ്റെ പുറകിൽ ഫ്ലൈറ്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് ലാൻഡ് ചെയ്യണ വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ? കൊച്ചിയിലും കണ്ടിട്ടുണ്ട്. ഇവിടെ എയർപോർട്ട് അതോറിറ്റി വെച്ചൊരു നോട്ടീസ് ആട്ടോ, പക്ഷികളുമായി ബന്ധപ്പെട്ട്. കാരണം പക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂ അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും പരിക്ക് പറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കല്ലുംകൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ, അഥവാ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണിത്. ഇവിടെ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ലാൻഡിങ് കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ തൊട്ടിപ്പുറത്താണ് വരിക. പൊങ്ങണതും കയറുന്നതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമുക്ക് കേട്ടോ. നോക്കാം. കോഴിക്കോട് വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ആ മലമുകളിൽ നിന്നൊക്കെ. അപ്പോൾ നോക്കിയാൽ ഈ ഭാഗത്താട്ടോ ലാൻഡിങ് വരുന്നത്. ഇവിടുന്ന് തന്നെ പൊങ്ങണതും കാണാം, അതേപോലെ തന്നെ ലാൻഡ് ചെയ്യുന്നതും കാണാം. നമുക്ക് നല്ല മീനുള്ളൊരു ഇതുണ്ട് കേട്ടോ ഇവിടെ, തോട്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആളൊന്നുമില്ലെങ്കിലും ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. അറച്ചി മീനാണ് ഇവിടെ. നമ്മളൊരു സുഹൃത്ത് വരുന്നുണ്ട് അങ്ങ് ദുബായിന്ന്. ഓനെ പൊക്കാൻ വേണ്ടി 1 മണിക്കൂർ മുമ്പ് നേരത്തെ പോകുന്നതാണ്. എങ്ങനെയുണ്ട് കാലിക്കറ്റ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, കുന്നന്മാരുടെയൊക്കെ മേലെ കയറണ്ടേ. ഇത് നേരെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ബാക്ക് വരുന്ന എന്താ സ്ഥലപ്പേര് പറഞ്ഞത്? കല്ലുംകൂട്ടം. ഇപ്പോൾ ഇഞ്ഞിരുന്ന് ബോറടിക്കുകയാണെങ്കിൽ ഇവിടെ ചായ കുടിക്കാൻ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു ഫ്ലൈറ്റ് ഇപ്പോൾ വരും, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവനെ പിടിക്കാം. ഈ എയർപോർട്ടിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ വന്നിരുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സൗണ്ട് ഏതാറിയോ? ടപ്പേന്ന് വെടി നല്ല പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ ശിവകാശിന്ന് പടക്കം നേരിട്ട് പിടിക്കാറുണ്ട്. എത്രങ്ങാനും പടക്കം പൊട്ടിച്ചിരിക്കണ അറിയോ? പടക്കാണോ ഇനി വേറെ വല്ല വെടിയാണെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. നല്ല പൊട്ടൽ പൊട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് പണിയിട്ട് വേണമോ പടക്കം പൊട്ടിച്ചിന് പണി. എന്നാൽ പരാതി തീരും ചെയ്യും. വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ള കമൻ്റ് ഉണ്ടല്ലോ, അത് തീരും ചെയ്യും. ഫ്ലൈറ്റ് ഇറങ്ങണ ഇങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടുതരാം എപ്പോഴേ. നോക്കാം. ഒന്നും കൂടി വലിക്കട്ടെ കേട്ടോ. അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് നോക്കാമല്ലോ. കുറേ സംഭവങ്ങളിൽ നിൽക്കുന്നുണ്ട് അവിടെ കേട്ടോ. ഇത് പുതിയ ടെർമിനലല്ലേ ഇത് ഈ കാണുന്നത് അല്ലേ? ഇന്റർനാഷണൽ എന്നാ മേലല്ലേ നമ്മൾ അവിടെ നിന്ന് വന്ന് കയറുമ്പോൾ അല്ലേ? ഇതാ വരാൻ പോണു. സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറും ഉണ്ടാവില്ല അല്ലേ? ഇതാ കേട്ടോ, കുറച്ച് അപ്പുറത്ത് ഇറങ്ങണേ. അങ്ങനെ അവൻ ലാൻഡ് ചെയ്തു. ഇനി പോകാൻ പോയിന്ന ഒരാളുണ്ട് കേട്ടോ അങ്ങോട്ട്, ആ തലക്കക്ക് അതാ പോണു. ഒന്നുകൂടെ വന്നാ വിസ്താര അവിടെ തിരിക്കുന്നു. സംഭവം നൈസ് പരിപാടി. ഇത് എത്ര പോയാലും കണ്ടാലും പൂതി തീരാത്തൊരു സാധനം ഈ വിമാനം അല്ലേ? ഞാനൊക്കെ 8 കൊല്ലം എന്തായാലും ഗൾഫിൽ നിൽക്കണം. അതിൻ്റെ അടിയിൽ ഒരു 10 പ്രാവശ്യം കൊണ്ടൊന്നും പോയിട്ടുണ്ടാവും. എന്നിട്ടും പൂതി തീരുന്നില്ല. വല്ലാത്തയാൾ. ഇങ്ങനെ വന്നിട്ട് ഗൾഫ് എക്സ്പീരിയൻസിലവർ ഇങ്ങനെ വന്നിങ്ങനെ കമൻറ്റ് ചെയ്യും, ഞങ്ങൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിത് ഇപ്പോഴും കുട്ടികളെ മാതിരിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അടുത്ത്. അതിനൊക്കെ അപ്പുറത്തേക്ക് വേറെ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഒരു സാധനത്തിന് ഫുള്ള് മീനാട്ടോ. നല്ല അടിപൊളി മൊയ്യും കണ്ണനൊക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ കണ്ടാൽ കാണൂല. നേരത്തെ അങ്ങോട്ട് പോയിരുന്ന സാധനമാണ് വിസ്താര. ഇതാ പൊങ്ങാൻ നിൽക്കണു. പൊങ്ങൂ ദൈവം ആയിവ.
ബ്രേക്ക് ഇടറാ. ഇപ്പൊ തലമറങ്ങോ?